ഞാനിപ്പോൾ ഈ മുണ്ടക്കയിലെ നമ്മുടെ പള്ളിയുടെ അടുത്താണുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കയറുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു പാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാടിയിലൊരു സ്മെല്ല് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ താഴെ ചെന്ന് നോക്കി, പക്ഷേ ഒരു ചതുപ്പൊക്കെ ആയിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറുമ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു. അപ്പോൾ അവരോട് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പള്ളിയുടെ തൊട്ട് താഴെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്തൊക്കെ ചെറിയതായി ഒരു മണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവരും പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നൊന്ന് പരിശോധിക്കുക. ഇപ്പോൾ അറിയാലോ, ഈ ഭാഗമൊക്കെ കാണുമ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ രാവിലെ വരുമ്പോഴുള്ള സ്ഥിതിയല്ല, കുറച്ചും കൂടി ചതുപ്പായി മാറിയിരിക്കുന്നു. അപ്പോൾ അപകടകരമാണ്. ആ കമ്പുകൾ കുത്തി നോക്കി മാത്രമേ അവർക്കും ചവിട്ടാൻ കഴിയും. ഇത്രയും മണ്ണാണ് ഇവിടെ അടിഞ്ഞേക്കണേ. ആ താഴെ കാണുന്ന അത്രയിൽ നിന്ന് ഇത്ര ഉയരത്തിലേക്ക് മണ്ണും കല്ലും ഒക്കെ അടിച്ചു കയറിയത്. അപ്പോൾ ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ ഈ സൈഡുകളിൽ എവിടെയെങ്കിലുമൊക്കെ മണ്ണുകളിൽ പുതഞ്ഞു പോയോ നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവരും അവിടെ ഒന്ന് പരിശോധിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ലൈവിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ മന്ത്രി ശ്രീ കെ ശശീന്ദ്രനും ശ്രീ കെ രാജനും അവർ രണ്ടുപേരും ഇപ്പോൾ വാഹനത്തിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു വിവരങ്ങൾ കൃത്യമായി ഘട്ടത്തിലേക്ക് എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ മന്ത്രിമാർ വന്നത്. ഇപ്പോൾ ഈ തിരച്ചിലും അതിൻ്റെ ഈ സ്മെല്ല് അനുഭവപ്പെടുമ്പോൾ സ്വയമായിട്ട് അവിടെ നിന്ന് തിരഞ്ഞു നോക്കുക എന്നതും കൂടി വേണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫയർ സേഫ്റ്റിയുടെയും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ, ഇവർക്കൊപ്പമുള്ള സന്നദ്ധ പ്രവർത്തകർ കൂടി. മഴയും നല്ല മഞ്ഞും ഉണ്ടല്ലേ ആ പ്രദേശത്ത്? അതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിജുവേട്ടൻ അവിടെ പറഞ്ഞ പോലെ മറ്റേ എയർലിഫ്റ്റോ അങ്ങനെ ആ രീതിയിലൊന്നും ഒരു തെരച്ചിൽ ഇന്നിപ്പോൾ സാധ്യമാകുന്ന ഒരു സംശയം എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നലെ വന്ന അവസ്ഥയല്ല, നല്ല എന്തോ ഇപ്പോൾ അദ്ദേഹവും നമ്മളോട് പറഞ്ഞ് ഈ ഭാഗത്തൊരു സ്മെല്ല് ഞങ്ങൾ വരുന്ന സമയത്ത് പലയിടത്തും കണ്ടു. നിങ്ങൾ ഇനി എങ്ങനെ പരിശോധിക്കുക? അപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ JCB വരുന്നുണ്ട്. JCB വന്നതിന് ശേഷം ഇവിടെ ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 സ്ഥലത്ത് ഇപ്പം പാടീൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ സ്മെല്ലുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ മഴ ഇതായിട്ടുള്ളത് JCBയും കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇതുവരെ വാഹനങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പം സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. സാറന്മാർ ഇപ്പം ഒരുപാട് വളണ്ടിയർമാർ ഇന്നുണ്ട്. ആ വളണ്ടിയർമാർ ഇന്നിപ്പം ഇവിടെ പരിശോധിക്കും. ഇന്നലെ ഈ മരത്തിൻ്റെ ഇവിടെ നിന്നാണ് 2 ബോഡി കിട്ടിയിട്ടുള്ളത്. സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നലെ നമ്മൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സൈഡിലാണ് പരിശോധിച്ചത്. അവിടെയൊക്കെ JCB കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ട് ഇവിടെയാണ് ഈ പാടിയൊക്കെ ഉണ്ടായിരുന്നത്. ഈ പരിസരത്തു നിന്നാണ് കൂടുതലായിട്ടും ആൾനാശം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം ഇതെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പം മഴ തുടങ്ങിയപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ ഇപ്പം 2-3 സ്ഥലത്ത് നമ്മളിപ്പോൾ നടന്നു വന്ന് ഇപ്പം നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആ പരിസരത്ത് ഒന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ JCBക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 2 ബോഡി ഇന്നലെ ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞത്. 2 ബോഡിയാണ്, ഒരു ആണുകൂടെയും ഒരു പെണ്ണുകൂടെയും. അപ്പോൾ ഇതിപ്പോൾ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. സിവിൽ ഡിഫൻസ് വണ്ടിയുണ്ട്. യൂണിറ്റിൻ്റെ അവിടെ ഫയർ സേഫ്റ്റിയുടെ ആളുകളും കാണും. താഴ്ഭാഗത്താണ് ഇത് ശരീരഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. വെള്ളാർമല സ്കൂളിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ താഴെ ഇതുണ്ട്. അതിലാണ് ശരീരഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇവർ സിവിൽ ഡിഫൻസിൻ്റെ ആളുകളാണ്. ഒപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആളുകൾ നമുക്ക് ആ ഓറഞ്ച് കുപ്പായത്തിൽ അവരെയും കാണാം. അപ്പോൾ ഇവരൊക്കെ പരിശോധനയാണ്. ഞങ്ങൾ വന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാടിയുടെ അവിടെ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പരിശോധിക്കാൻ ഇപ്പോൾ ഈ ഹിറ്റാച്ചിയോ JCB ഒക്കെ വന്ന ശേഷം പരിശോധിക്കാമെന്നാണ് കരുതുന്നത്. ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ആ ഒരു പരിശോധന നടക്കുന്നുണ്ട്. മുകളിലേക്കാണിപ്പോൾ 2 മന്ത്രിമാർ, ശ്രീ കെ ശശീന്ദ്രനും ശ്രീ കെ രാജനും 2 പേരും പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട്. എന്താണ് അവരുടെ ഒരു സന്ദർശനം എന്ന് ഇന്നലെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നിലവിൽ ഇവിടുത്തെ ഇതിൻ്റെ ഏറ്റവും പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് മുകളിലാണ്, പുഞ്ചിരിമട്ടത്തിൻ്റെ ആ ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി വരിക എന്നതായിരിക്കും മന്ത്രിമാരുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതുന്നു. ഇപ്പോൾ മോദിജി, ഇതാണ് കാലാവസ്ഥ വളരെ പ്രതികൂലമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. വല്ലാത്ത മൂടൽ മഞ്ഞ്, ഇങ്ങനെ ചാറ്റൽ മഴയല്ല, കുറച്ച് കൂടുതൽ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി താഴെ ഈ അവസ്ഥയാണ് സൂചിപ്പാറ ഭാഗത്തുനിന്ന് എനിക്കറിയില്ല, ആകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഇനിയൊരു തിരച്ചിൽ എത്രത്തോളം പ്രായോഗികമാണെന്നും സംശയമുണ്ട്. ഇപ്പോൾ ഇന്നലത്തേക്കാളും ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ പുഴയിൽ. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ വളരെ നാരോ ആയിട്ട് ഒഴുകുന്നത്, കുറച്ചുകൂടി വീതി ഏറിയിട്ടാണ് ഇപ്പോൾ വെള്ളം കുറച്ചുകൂടി ശക്തമായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പം ഇത് മലനിരകളാണല്ലോ, ഇവിടെ എവിടെയെങ്കിലും അതിശക്തമായ മഴ പെയ്താലും ആ ഒരു ഇഫക്റ്റ് മുഴുവൻ ഈ താഴേക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഈ ദൃശ്യങ്ങൾ വീണ്ടും നമ്മൾ ഇന്നലെ കണ്ടതാണെങ്കിലും പറയുകയാണ്, ഇത്രയും ഏരിയയാണ് ഈ വെള്ളം എടുത്തു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഇത്രയും ഇന്ന് 8ാം ദിവസമാണ്. അതുകൊണ്ട്
നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കിട്ടിയാൽ പോലും അത് ഏതൊരു അവസ്ഥയിലാണെന്നും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ എങ്കിലും ഒരു എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു സൂചന, ഒരു മണം അനുഭവപ്പെട്ടാൽ അവിടെ ഒന്ന് പരിശോധിക്കുക എന്നൊരു കൃത്യമാണിപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം നൽകുക. ഒപ്പം സിവിൽ ഡിഫൻസ് പലയിടങ്ങളിൽ നിന്ന് വന്ന സിവിൽ ഡിഫൻസ്, കേരള സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം ചേരുന്നു. ഇതാണ് നിലവിൽ ഇവിടുത്തെ സ്ഥിതി. എനിക്ക് തോന്നുന്നു മുകളിലേക്കും മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിരച്ചിലുകൾ കുറച്ച് പ്രയാസമായിരിക്കും എന്നാണ് തോന്നുന്നത്.